പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയുമായിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് നമുക്കൊന്ന് പോകാം. രാവിലെ അടുക്കളയിൽ വന്ന് ഈ തീ കത്തിക്കുന്നത് ഭയങ്കര ഒരു പാടാണ്. തീ കത്തി ഒന്ന് വരാൻ തന്നെ എന്തൊരു താമസമാണെന്നറിയാമോ? അപ്പോഴേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണേ. എന്നെ വളരെ കുറച്ച് പേരെ സബ്സ്ക്രൈബ് ചെയ്യാറുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ എന്ന്. അപ്പോഴേ നിങ്ങളുടെ സപ്പോർട്ടിന് നന്ദി ഒരിക്കൽ കൂടി പറയുന്നു. അരി ഇടാം. അരി ഞാൻ 2 നാഴി അരിയാണ് ഇടുന്നത്, അതായത് 2 ഗ്ലാസ് അരി. അത് കുത്തരിയാണ് ഇടുന്നത്. 2 ഗ്ലാസ് ആവശ്യത്തിന് ഞങ്ങൾക്ക് മതിയാകും. അംഗസംഖ്യ വളരെ കുറവാണല്ലോ. ഇപ്പോഴേ ഒന്ന് പാറ്റി പറക്കി എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ 2 ഗ്ലാസ് അരി എടുത്ത് പാറ്റി പറക്കുകയാണ്. കല്ലും നെല്ലും ഒന്നും ഇപ്പോഴത്തെ അരിയിലില്ല, എല്ലാം നല്ല സൂപ്പർ അരിയാണ് ഇപ്പം കിട്ടുന്നത്. അപ്പോഴേ എന്നാലും ഒന്ന് പാറ്റി ഇട്ടേക്കാം. അപ്പോഴേ പാറ്റി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അരി കഴുകി, വെള്ളം നന്നായി ചൂടായിട്ടുണ്ടായിരുന്നു, അരി കഴുകി ഇട്ടു. രാവിലത്തെ ഭക്ഷണം കഴിച്ചതെന്നും വെച്ചതും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. രാവിലെ നമ്മുടെ പടിക്കൽ പോയപ്പം കുറച്ച് മീൻ മേടിച്ചായിരുന്നു. അപ്പോഴേ ആ മീനും വെട്ടി അങ്ങ് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് കപ്പ ഇരിപ്പുണ്ട്. അപ്പം പച്ചക്കപ്പം വേവിച്ചതും മീൻ കറിയും നല്ലൊരു കോമ്പിനേഷനല്ലേ. അപ്പം ഞാൻ കറി വയ്ക്കാമെന്നും വെച്ച് അതിപ്പം കറി വയ്ക്കുകയാണ്.
കഞ്ഞി ഊറ്റിയ അടുപ്പിൽ തീ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ വിചാരിച്ചു കപ്പ ഈ അടുപ്പയിലങ്ങ് വെച്ചേക്കാമെന്ന്. ഒന്നുകൂടെ ഒന്ന് നീക്കി കൂട്ടി കപ്പ അടുപ്പത്ത് വെച്ചു. പിന്നെ കുറച്ച് കൂണ് വാങ്ങിച്ചത് ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു. അതും തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ച് ഒരുക്കിയെടുത്തു. അത്രയും കൂണ് ഒരുക്കിയെടുത്തണൊക്കെ ഇത്രയുമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ സ്വല്പം മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇവയിട്ട് കഴുകിയെടുക്കാം. അങ്ങനെ കൂൺ തോരൻ റെഡിയായിട്ടുണ്ട്. കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നു. മറ്റ് കറികളൊന്നും വേണ്ടല്ല എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ അത് അവിയലിനെടുത്തു. അവിയലിന് കഷ്ണങ്ങളൊക്കെ മുറിച്ചെടുത്ത ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വെള്ളം ഒഴിച്ച് അടുപ്പയിൽ വെച്ച് വേവിക്കുകയാണ്. അതിന് ശേഷമാണ് അരച്ചിടുന്നത്. കാണാം. കൂട്ടുകാരെ, ഞാൻ രാവിലെ ഇന്ന് വാങ്ങിച്ചതാണ് കുപ്പി. ഒരു പീസിന് 100 രൂപ വിലയാണ്. അപ്പോൾ 4 പീസ് 8 പീസ് തരാം 600 രൂപയ്ക്കെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ 2 വീട്ടുകാർ കൂടി കുപ്പി വാങ്ങിച്ചതാണ്. 4 കുപ്പി കിട്ടി. ഇപ്പോഴേ ഉപ്പ്, തൈര്, പഞ്ചസാര, പിന്നെ മോര് കറി വെക്കുന്നത് ഒഴിച്ച് വെക്കാൻ, അങ്ങനെയൊക്കെ ഉള്ളത് എടുത്ത് വെക്കാൻ ഞാൻ വാങ്ങിച്ചതാണ്. എനിക്ക് ഉപ്പ് ഭരണി ഒരു ഉപ്പിൻ്റെ കുപ്പി ഉണ്ട്. ഭരണിയായിട്ടുള്ളത് വാങ്ങിക്കുന്നതായിരുന്നു എനിക്കിഷ്ടം. പക്ഷേ അത് വാങ്ങിക്കാൻ പറ്റിയില്ല. അപ്പോഴേ ഇതിൻ്റെ കുപ്പി അടപ്പുള്ളതാണ് എനിക്കിഷ്ടം. പക്ഷേ അതില്ലായിരുന്നു. നമ്മുടെ പ്ലാസ്റ്റിക് അടപ്പാണ്. പൊട്ടിപ്പോയാൽ പിന്നെ കുപ്പി ബാക്കിയാകും. പിന്നെ കുപ്പിയും പൊട്ടാതെ സൂക്ഷിക്കുക. ഇനി ഇതൊന്ന് കഴുകി നല്ല വൃത്തിയായി കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. അപ്പോൾ ഈ 4 പീസിന് 300 രൂപ കൊടുത്തു. കടയിൽ നിന്ന് ഞാൻ നാളെ ഒരു കുപ്പി വാങ്ങിച്ചത് 100 രൂപയ്ക്ക് കൂടുതലായി. അപ്പോൾ ഇതുവഴി നമ്മുടെ വഴിയെ കൂടെ കൊണ്ടുപോയത് അയാളുടെ കയ്യിലുള്ളതെല്ലാം ചിലവായി. വേണ്ട കുപ്പി ഭാരമില്ല കേട്ടോ, ഭാരമില്ല, വലിയ ഭാരമേ ഇല്ല കുപ്പിക്ക്. ഇവിടെ ഇന്നത്തെ കച്ചവടം ചെയ്തതാണ് ഞാൻ. ഇത് വാങ്ങിച്ചു കഴിഞ്ഞ് ഓർക്കും അയ്യോ വാങ്ങിക്കണ്ടായിരുന്നു. എന്നാലും വേണ്ടവല്ല, നമ്മുടെ ആവശ്യം നടക്കുമല്ലോ. നമ്മുടെ ആവശ്യത്തിന് ഉപ്പിടുവോ, ഉപ്പ് കല്ലിടുവോ, തൈര് ഒഴിച്ച് വെക്കുകയോ,
പാലെടുത്ത് വയ്ക്കുകയോ ഒക്കെ ചെയ്യാമല്ലോ. ഇപ്പം താഴെയുള്ള ഒരു കൂട്ടരുടെ വാങ്ങിച്ചെന്ന് പറഞ്ഞല്ലേ, ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു കൂട്ടരുടെ വാങ്ങിച്ചു. അവർക്ക് അച്ചാറിടാനും ഒക്കെയാണെന്ന് പറഞ്ഞു. അച്ചാറിട്ടും വയ്ക്കുക. അപ്പോഴിതൊന്ന് കഴുകി വൃത്തിയാക്കി വെയിലത്ത് വയ്ക്കാം. നേരം കുറച്ച് സന്ധ്യയായി. അപ്പോഴേ ഒരു ചായ അനത്തിയിട്ടുണ്ട്. അപ്പോഴേ വല്ലാതെ വിശക്കുന്നു എനിക്ക്. അപ്പം ഞാനൊടുത്ത് അവലിരിപ്പുണ്ട്, അവൽ നനച്ച് തിന്നാമെന്ന്. അപ്പോഴിതൊന്നും ഞാൻ നനച്ചെടുത്തിട്ട് വീണ്ടും കാണാം.